ആദ്യത്തെ മീറ്റിൽ തന്നെ ഒരു വ്യക്തിയെ ഇംപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. എന്നാൽ കൃത്യമായി നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരെ എളുപ്പത്തിൽ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ആദ്യത്തെ മീറ്റിൽ തന്നെ നമുക്കൊരു വ്യക്തിയെ ഇംപ്രസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവരുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടിപ്സിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യത്തേത് ഹാവ് എ സ്മോൾ ടോക്ക്. ആദ്യമായി നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവരോടൊരു അട്രാക്ഷൻ തോന്നുകയാണ്, അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അവരോട് സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ നമ്മളെ നോട്ടീസ് ചെയ്യാതെ പോവുകയും മാത്രമല്ല നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാതെ പോവുകയും ചെയ്യുന്നു. അവർ ലൈഫിൽ ഒരുപാട് പേരെ ഒരു ദിവസം മീറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ തന്നെ പലരെയും അവർ ഓർക്കാനും മറന്നുപോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ അവർ ഓർക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. സോ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ഹാവ് എ സ്മോൾ ടോക്ക് വിത്ത് ദം. അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല നമ്മൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമുക്ക് അവരോട് തോന്നുന്ന ഇംപ്രഷൻ ആയിരിക്കില്ല അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. അവരെ കൂടുതൽ അടുത്തറിയാനും അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയും ഒരു പക്ഷേ അതിൽ തന്നെ ഒരുപാടധികം റെഡ് ഫ്ലാഗ്സോ അല്ലെങ്കിൽ ഗ്രീൻ ഫ്ലാഗ്സോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായിട്ടും നമുക്കും ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒരുപാടധികം ഹെൽപ്ഫുൾ ആവുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവരുമായിട്ട് കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ മുൻപും പല വീഡിയോസിലുമായി റീലെവൽ എന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹയറിംഗ് പ്ലാറ്റ്ഫോമായിട്ട് റീലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 18 റീലെവൽ ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 1100ഓളം ഓഫറുകളാണ് റോൾ ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാക്സിമം CTCI ഓഫർ ചെയ്തിട്ടുള്ളത് 40 ലക്ഷം പെർ ആനമാണ്. കഴിഞ്ഞ ഒരു വർഷമായി 800ലേറെ കമ്പനികളാണ് റീലെവൽ വഴി ആളുകളെ ഹയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വളരെ ബെസ്റ്റായിട്ടുള്ള ഇൻഡസ്ട്രി കോഴ്സസും റീലെവലിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസോ ഒന്നും തന്നെ നോക്കാതെ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ജോലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് റീലെവൽ തന്നെയാണ്. അതും തികച്ചും സൗജന്യമായ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വെറും 15 ദിവസം കൊണ്ട് നിങ്ങളുടെ ഡ്രീം ജോബ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തോളം മെർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്തതിന് ശേഷം പ്രണയ് ദുഗാനെ തൻ്റെ കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയും റീലെവൽ വഴി ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം റീലെവലിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് കോഴ്സിൽ എൻറോൾ ചെയ്യുകയും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റീലെവലിൻ്റെ ടെസ്റ്റ് എടുക്കുകയും അത് പാസ്സാവുകയും അദ്ദേഹം ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ജോബ് ലോമോസ് എൻ്റർപ്രൈസസിൽ നേടിയെടുക്കുകയും ചെയ്തു. ഇതുപോലെ നിങ്ങളൊരു ഫ്രഷറോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ആളോ ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ പുതിയൊരു കരിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച കമ്പനികളിലുള്ള ജോബ് സെക്യൂർ ചെയ്യാനുള്ള ചാൻസാണ് ഇപ്പോൾ റീലെവൽ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് റീലെവൽ വെബ്സൈറ്റിൽ പോയി സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ ചൂസ് ചെയ്യുകയും അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും മാത്രം ചെയ്താൽ മതിയാകും. ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാവിധ മെറ്റീരിയൽ റിസോഴ്സസും വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. മാത്രമല്ല മറ്റേതൊരു അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള കോഴ്സസും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി, ഇഷ്ടമുള്ള കോഴ്സസ് പഠിക്കാൻ വേണ്ടി റീലെവൽ എന്ന വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുക. ആഗ്രഹിക്കുന്ന ജോലി നേടിയെടുക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റിന് കൂടി രജിസ്റ്റർ ചെയ്യുക. രണ്ടാമത്തേത് മൈൻഡ് യുവർ ഫാഷൻ. നമ്മുടെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് പവർ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെ പറ്റിയുള്ള ക്ലിയർ കട്ട് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ഫാഷനബിൾ ആയിട്ട് തന്നെ നമ്മളെ പ്രസൻറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഫാഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫാഷനെ 3 ടൈപ്സ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് ആവറേജ് ഫാഷൻ, രണ്ടാമത്തേത് ഗുഡ് ഫാഷൻ, മൂന്നാമത്തേത് ഓവർ ദ ടോപ്പ് ഫാഷൻ. ആവറേജ് ഫാഷൻ എന്ന് പറയുമ്പോൾ തന്നെ
നമ്മൾ ഒട്ടും തന്നെ ഫാഷനബിൾ അല്ലാതെ വളരെയധികം ആവറേജ് ലുക്കിംഗ് ആയിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യുന്നതിനെയും അല്ലെങ്കിൽ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിനും ഗ്രൂം ചെയ്യുന്നതിനെയും ഒക്കെയാണ് ആവറേജ് ഫാഷൻ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓവർ ദ ടോപ്പ് ഫാഷൻ എന്ന് പറയുന്നത്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉചിതമല്ലാതെ ഒരു ഔചിത്യവുമില്ലാതെ വസ്ത്രം ധരിക്കുന്നതിനെയാണ് ഓവർ ദ ടോപ്പ് ഫാഷൻ എന്ന് പറയുന്നത്. എപ്പോഴും സ്റ്റൈലിഷ് ആയിരിക്കുക അല്ലെങ്കിൽ ഫാഷനബിൾ ആയിരിക്കുക എന്ന ഒരു ചിന്ത മാത്രം അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ മാത്രം ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ ഏത് സാഹചര്യത്തിലും എപ്പോഴും ഓവർ ദ ടോപ്പായിട്ട് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചപ്പാടിനെയാണ് ഓവർ ദ ടോപ്പ് ഫാഷൻ എന്ന് പറയുന്നത്. ഇത്തരം ആളുകൾ അവർക്ക് ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് യഥാർത്ഥമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു ഫംഗ്ഷന് ധരിക്കേണ്ട വസ്ത്രം ഓഫീസിലിടുകയും അല്ലെങ്കിൽ ഓഫീസിൽ ധരിക്കേണ്ട വസ്ത്രം അവർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇടുകയും ഒക്കെ ചെയ്ത് ഒട്ടും ഉചിതമല്ലാതെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് അവർ ഓവർ ദ ടോപ്പ് ഫാഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഗുഡ് ഫാഷൻ എന്ന് പറയുന്നത്. കൃത്യമായി ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഇത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ എവിടെ ഏത് സാഹചര്യത്തിൽ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യണം എന്നതിനെ പറ്റി കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ ഓൾവേസ് ട്രൈ ടു ഫോളോ ഗുഡ് ഫാഷൻ. ഗുഡ് ഫാഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളെ പറ്റിയുള്ള വളരെ നീറ്റായിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തേത് നോ ദെയർ ഗോൾസ് ആൻഡ് ഓഫർ യുവർ സപ്പോർട്ട്. നമ്മൾ ഒരാളെ മീറ്റ് ചെയ്ത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ മനസ്സിലാവുകയും അവരുമായിട്ടൊരു സിങ്ക്രോണിസിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഗോൾസ് അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ അവരുടെ ഗോൾസും നമ്മുടെ ഗോൾസും ഒക്കെ സിമിലർ ആയിരിക്കാം. അല്ല എങ്കിൽ അവരുടെ ഗോൾസ് എന്ന് പറയുന്നതിന് വളരെയധികം ഇൻസ്പിറേഷണലായി അല്ലെങ്കിൽ ആസ്പിറേഷണലായി തന്നെ അവർ ഫോളോ ചെയ്യുകയും ചേസ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അവർക്ക് ഗോൾസ് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഗോൾസ് എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിക്കുക, അല്ല എങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ളൊരു കൺട്രിയിൽ പോയി സെറ്റിൽ ആവുക, ഇതുപോലത്തെ ഗോൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു തരം ഗോളുമില്ല. അവർ ഏതൊക്കെയൊക്കെയോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ആ സമയത്ത് അവർക്ക് തോന്നുന്ന വെറും ആശകൾ മാത്രമാണ് അവരുടെ ലൈഫിനെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നാണ്. തൻ്റെ ലൈഫിലെ ഗോൾസ് എല്ലാം തന്നെ വളരെ സീരിയസ് ആയിട്ട് പെർസീവ് ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് വേണ്ടി നമ്മുടെ സപ്പോർട്ട് ഓഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ ആ റിലേഷൻഷിപ്പിനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ലൈഫിൽ ഒരു ഗോളുമില്ലാതെ, അല്ല എങ്കിൽ കല്യാണം കഴിക്കുക, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ടൂറ് പോവുക പോലുള്ള വളരെയധികം സില്ലി ആയിട്ടുള്ള ഗോൾസാണ് അവരുടെ ലൈഫിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകളുമായി ഇൻറ്ററാക്ട് ചെയ്യണമോ വേണ്ടയോ എന്ന തീരുമാനം നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. നാലാമത്തേത് ബീങ് ഇൻസൈഡ് ഔട്ട്. ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾക്കില്ലാത്ത പല ക്വാളിറ്റീസും ഫേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അതിന് വളരെയധികം കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു വ്യക്തിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഫണ്ണിയാണ്, നമ്മൾ വളരെ ഹിലീരിയസ് ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി വളരെ സബ്സ്റ്റാൻഡേർഡ് ജോക്സൊക്കെ അല്ലെങ്കിൽ വളരെയധികം മോശം തമാശകളൊക്കെ പറയുന്ന സമയത്ത് പോലും അവർക്ക് നമ്മളുടെ നിലവാരം മനസ്സിലാക്കാൻ സാധിക്കുകയും അവർ യഥാർത്ഥത്തിൽ നമ്മളെപ്പറ്റി നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഇമ്പോസ്റ്റർ ആണെന്ന ഇംപ്രഷൻ ആയിരിക്കും അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ആകപ്പെടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ജെനുവിനായിട്ട് ഒത്തൻറ്റിക് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എംബ്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് നോബഡി ഈസ് പെർഫെക്റ്റ്. ആരും തന്നെ പെർഫെക്റ്റ് അല്ല. മാത്രമല്ല അവർ നമ്മളെ നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കണ്ടിട്ട് നമ്മളോട് ഒരു ഇംപ്രഷൻ അവർക്ക് തോന്നുകയാണെങ്കിൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി വെച്ച് പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമുക്കില്ലാത്ത ക്വാളിറ്റീസ് ഫേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരുപാട് നാൾ നമുക്കത് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ ക്വാളിറ്റീസൊക്കെ ഫേക്ക് ചെയ്യുകയായിരുന്നു എന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും സാധിക്കും. അഞ്ചാമത്തേത് ബിൽഡ് എ കണക്ഷൻ. ഒരു പക്ഷേ ഒരു വ്യക്തിയെ ഏറ്റവും അധികം മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും അധികം പേഴ്സണലായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ അത്രയും അധികം ആഴത്തിലുള്ളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ നമ്മളെ വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുമെന്നൊരു ട്രസ്റ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും ഓപ്പൺ അപ്പ് ആവുകയും അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും പേഴ്സണലായ കാര്യങ്ങളും നമ്മളെടുത്ത് ഷെയർ ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു.
ഇങ്ങനെ നമുക്ക് വളരെയധികം ഡീപ്പർ ലെവലിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവരോട് കാണിക്കേണ്ടത് എമ്പതിയാണ്, മറിച്ച് സിമ്പതി അല്ല. സിമ്പതി എന്ന് പറയുന്നത് പലപ്പോഴും മറ്റൊരാളുടെ മോശം അവസ്ഥ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരമാണ്. ഇവിടെ നമ്മൾ അവരുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് അവരുടെ സാഹചര്യം കാണുമ്പോൾ നമുക്കൊരു വിഷമമോ അല്ലെങ്കിൽ ഒരു പിറ്റിനെസ്സോ ഒക്കെ ഫീൽ ചെയ്യുന്നു എന്ന് മാത്രം. അല്ലാതെ അവരുമായിട്ട് കണക്റ്റഡ് ആവുകയോ അല്ലെങ്കിൽ അവരുടെ ഇമോഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും ആ സമയത്ത് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ഒരു വ്യക്തിയോട് എമ്പതി കാണിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുകയും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നും കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് അവർ എന്തുകൊണ്ട് ആ സാഹചര്യത്തിൽ എത്തിപ്പെട്ടു അല്ലെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന വളരെ ആത്മാർത്ഥമായ ഒരു തോട്ട് പ്രോസസ്സിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ സിമ്പതി ആയിരിക്കരുത് കാണിക്കേണ്ടത്, മറിച്ച് എമ്പതിയിലൂടെ മാത്രമേ നമുക്കൊരു വ്യക്തിയുമായിട്ട് ഒരു ഡീപ്പർ ലെവലിൽ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് സിമ്പതി ഉപയോഗിക്കുന്നതിന് പകരം എമ്പതി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ട്രസ്റ്റും അതുപോലെ കണക്ഷൻസും ഒക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യത്തെ മീറ്റിൽ തന്നെ ഒരു വ്യക്തിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള 5 ടിപ്സിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സ് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരെ ഇംപ്രസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടിപ്സ് തന്നെയാണ്. അതുകൊണ്ട് പുതിയ ആളുകളൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവരെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഒത്തൻറ്റിക് ആയിരിക്കാൻ ശ്രമിക്കുകയും അവരുടെ അടുത്ത് വളരെ ഡീപ്പർ ലെവലിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനും ശ്രമിക്കുക.